രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. 12 സംസ്ഥാനങ്ങളിൽ 26 സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. മല്ലികാർജ്ജുൻ ഖാർഗെ, ജോർജ് കുര്യൻ എന്നിവരുടെ ടേം അവസാനിക്കും. ഡി ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ, ജൂൺ 18 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ ഇടങ്ങളിൽ നിന്നുള്ള സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? ഇതിൽ ആരുടെയൊക്കെ ടേം അവസാനിക്കുന്നു? പ്രധാനമായും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനുമായ മല്ലികാർജ്ജുന ഖാർഗെ, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ എന്നീ 3 പേരുടെയാണ് നമുക്ക് എടുത്തു പറയുന്ന പ്രധാനമായിട്ടും അവരുടെ ടേമുകളാണ് അവസാനിക്കുന്നത്. അത് ജോർജ് കുര്യൻ്റെതാണെങ്കിൽ 21-ാം തീയതിയാണ് അവസാനിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം BJPക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തിനെ മത്സരിപ്പിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് കണ്ടറിയേണ്ടത്. ഇപ്പോൾ BJPയുടെ സ്വാധീനമാണെങ്കിൽ ഗുജറാത്തിലാണെങ്കിൽ 4 സീറ്റ് ഒഴിവ് വരുന്നുണ്ട്. അതിൽ നിന്നും ജോർജ് കുര്യനെ മത്സരിപ്പിക്കോ എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. മൊത്തം 24 സീറ്റുകളാണ് ഒഴിവ് വരുന്നത്. ഇതിൽ ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും 4 സീറ്റുകളാണ് ഒഴിവ് വരുന്നത്. ആന്ധ്രാപ്രദേശിൽ ഭരണമാറ്റം വന്നതിനാൽ ഭരണകക്ഷിക്കായിരിക്കും, TDPക്കായിരിക്കും കൂടുതൽ സാധ്യതയുള്ളത്. കൂടുതൽ അംഗങ്ങളെ പാസാക്കി അയക്കാനുള്ള ഒരു അവസരം അവർക്കാണ് ഉള്ളത്. ഗുജറാത്തിലാണെങ്കിൽ BJPക്ക് തന്നെ, കർണാടകത്തിൽ കോൺഗ്രസ് അംഗങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. മല്ലികാർജ്ജുന ഖാർഗെയെ വീണ്ടും തെരഞ്ഞെടുക്കാൻ തന്നെയാണ് സാധ്യത. കർണാടകയിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും 2 സീറ്റുകളാണ് ഒഴിവരുന്നത്. പിന്നീട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ സീറ്റ് വീതം. അങ്ങനെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ 4 സീറ്റ് എങ്ങനെയാണ് ഒഴിവരുന്നത്. 18-ാം തീയതി തന്നെയാണ് വോട്ടെടുപ്പ്. അതിനുശേഷം അന്ന് തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ജൂൺ 18-നാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. 12 സംസ്ഥാനങ്ങളിലെ ഒഴിവ് വരുന്ന 26 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. വിവരങ്ങളാണ് ഡി ധനസുമോദ് നൽകിയത്.